يحكم بين عبادك فيما كانوا فيه يختلفون. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد. സൂറത്ത് സുമറിലെ 46-ാമത്തെ ആയത്തിൻ്റെ വിശദീകരണമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആയത്തിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയതാണ്. ഒരു നബിയെ പറയുക അഥവാ പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ, അല്ലാഹുവേ, ഫാത്തിറസ്സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ സൃഷ്ടാവായ അല്ലാഹുവേ, ആലിമുൽ ഗൈബി വശഹാദ, ദൃശ്യവും അദൃശ്യവും അറിയുന്നവനായ അല്ലാഹുവേ, അൻത തഹ്കുമു, നീയാണ് വിധിക്കുന്നത്, ബൈന ഇബാദിക, നിൻ്റെ അടിമകൾക്കിടയിൽ, ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ, അവർ ഏതൊരു കാര്യത്തിലാണോ അവർ ഭിന്നിച്ചു കൊണ്ടിരുന്നത്, അഭിപ്രായ വ്യത്യാസത്തിലായിക്കൊണ്ടിരുന്നത്, ആ കാര്യത്തിൽ നിൻ്റെ അടിമകൾക്കിടയിൽ വിധി കൽപ്പിക്കുന്നത് നീയാണ്. അപ്പോൾ ഈ ആയത്ത് മുകളിലുള്ള ആയത്തും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു നമ്മൾ പറഞ്ഞു. അതോടൊപ്പം മറ്റു ചില കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ വിശദീകരിച്ചു. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഇതിൻ്റെ ആദ്യ ഭാഗം, അതായത് അല്ലാഹുമ്മ ഫാത്തിറസ്സമാവാതി വൽ അർദ്, അപ്പോൾ ആകാശഭൂമികളുടെ സൃഷ്ടാവായ അല്ലാഹുവേ എന്നാണ്. അപ്പോൾ ഒരു പ്രാർത്ഥനയുടെ ചില ആദാബുകളും മര്യാദകളൊക്കെ ഉണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് അള്ളാഹുവിനെ കേവലം ഒരു അല്ലാഹുമ്മ അല്ലെങ്കിൽ റബ്ബി എന്ന് പറയുന്നതിന് അപ്പുറം അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷങ്ങൾ എടുത്ത് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത്. അപ്പം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രാർത്ഥനകൾക്ക് ഇജാബത്ത് കിട്ടാൻ, പ്രാർത്ഥനകൾക്ക് നമ്മൾ ചോദിക്കുന്ന അള്ളാഹിനോട് ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ, പ്രാർത്ഥനയ്ക്ക് ദുആഇന് ഉത്തരം കിട്ടാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ചോദിക്കുന്ന വിഷയം എന്താണോ ആ വിഷയവുമായി ബന്ധപ്പെട്ട അള്ളാഹുവിൻ്റെ അസ്മാഉകളും സിഫാത്തുകളും പറയാന്നുള്ളത്. അപ്പോൾ അത് പറയണമെങ്കിൽ ശരിക്കും എന്ത് വേണം? അതിനനുസരിച്ച് നമുക്ക് അല്പം അറിവ്, ഇൽമ ആ കാര്യത്തിൽ വേണം. അതാണ് ഈ ഖുർആൻ, ഈ പഠനം കൂടി നമുക്ക് കിട്ടുന്നത്. മനസ്സിലാണ്ടല്ലോ? അപ്പോൾ നമ്മൾ ഏതൊരു കാര്യം റബ്ബിനോട് നമുക്ക് പല കാര്യങ്ങളും ചോദിക്കാനുണ്ടാവും. പല കാര്യങ്ങളും, ദുനിയാവിൻ്റെ കാര്യങ്ങളും ആഖിറത്തിൻ്റെ കാര്യങ്ങളും, ഇതിൽ പലതും ചോദിക്കാനുണ്ട്. അതിൽ നമ്മൾ ചോദിക്കുന്ന വിഷയം എന്താണോ ആ വിഷയം നമ്മൾ അള്ളാഹുമായിട്ട്, അള്ളാഹു തആല ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞ വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ ശരിക്കും അതുമായി ബന്ധപ്പെട്ട വാക്കുകൾ പറയും. ഉദാഹരണം, രോഗം ശിഫയാകാനാണെങ്കിൽ അല്ലാഹുമ്മ യാ ഷാഫിയൽ അംറാദ്, അല്ലാഹുമ്മ അൻത ഷാഫി, അള്ളാഹിൻ്റെ ഷാഫി എന്ന് അള്ളാഹിൻ്റെ നാമാണ്. അങ്ങനെ നമ്മൾ പറയുന്ന വിഷയം എന്താണോ ആ വിഷയവുമായി ബന്ധപ്പെട്ട അള്ളാഹിൻ്റെ നാമങ്ങൾ പറയാന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ റിസ്ഖുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അല്ലാഹുവേ, അല്ലാഹുമ്മ റാസിഖ്, അല്ലാഹുമ്മ അൻത റസാഖ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുക. അതുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് പറയാം. അപ്പോൾ നമ്മൾ ഇവിടെ ഫാത്തിറാണ് പഠിക്കുന്നത്. ഫാത്തിർ സമാവാത്തി വൽ അർദ്, പ്രധാനമായും 6 കാര്യങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അള്ളാഹു പറയുന്നുണ്ട്. അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മനുഷ്യൻ്റെ ആഗ്രഹമാണെന്ത്? മുസ്ലിമായി മരിക്കണം, അല്ലേ? മുസ്ലിമായി മരിക്കണം ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹമാണ്, അല്ലേ? അവിടെ ഖുർആൻ പ്രയോഗിച്ച വാക്കെന്താണ്? ഫാത്തിറസ് സമാവാതി വൽ അർദ് അൻത വലിയ്യി ഫിദ്ദുനിയ വൽ ആഖിറ തവഫനി മുസ്ലിമൻ. തവഫനി, എന്നെ മുസ്ലിമാക്കി മരിപ്പിക്കുക പടച്ചോനെ എന്ന് പറയുന്ന ഒരു വിഷയത്തിന് ചോദിച്ചു തുടങ്ങുന്നത് എന്താണ്? ഫാത്തിറസ് സമാവാതി വൽ അർദ് പറഞ്ഞിട്ടാണ്. മനസ്സിലാണ്ട? ഖുർആനിലെ ആയത്താണ്. ഇനി അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ആഗ്രഹമാണെന്ത്? പടച്ചോനെ, ഞാൻ ജീവിക്കുന്ന കാലം അത്രയും ഈ സ്വാലിഹ്യങ്ങളുടെ കൂടെ ജീവിക്കണം, നല്ല മനുഷ്യന്മാരെ കൂടെ ജീവിക്കണം. ദീനെന്താണ്, ദീനിനെക്കുറിച്ചും ആഖിറത്തിനെക്കുറിച്ചൊക്കെ ബോധവും താല്പര്യമൊക്കെ ഉള്ള വെറും ദുന്യവിയായ ആസ്വാദനങ്ങളും ദുന്യവിയായ കാര്യങ്ങളും മാത്രം ചിന്തിച്ച് ദുന്യവിയായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പരിശ്രമിച്ച് അങ്ങനെ ജീവിക്കുന്ന കൂട്ടുകാർക്കും ചങ്ങാതിമാർക്കും ആൾക്കൂട്ടത്തിനും കുടുംബത്തിലും അങ്ങനെയുള്ള ജീവിതത്തിന് പകരം പടച്ചോനെ കുറച്ച് നല്ല മനുഷ്യന്മാരെ കൂട്ടത്തിൽ എനിക്ക് ജീവിക്കാനുള്ള അവസരം കൊണ്ട പടച്ചോനെ, അതൊരു വലിയ കാര്യമാണ്. കാരണം എന്താ, അങ്ങനെയുള്ള ആളുകളുടെ കൂടെ ജീവിക്കുമ്പോഴാണ് നമുക്ക് സ്വാലിഹായിട്ട് മരിക്കാൻ പറ്റുള്ളൂ.
അപ്പം ആ എന്നെ സ്വാലിഹ്യങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി പഠിച്ചോനെ എന്ന് പറയുമ്പം സ്വാലിഹ്യങ്ങളായ ആളുകളുടെ കൂട്ടത്തിൽ എന്നെയും അതിലേക്ക് അൽഹഖ ചേർക്കാണ് അല്ലേ. അപ്പോൾ ഈ പ്രാർത്ഥന രണ്ടാമത്തെ ഭാഗം എന്താണ്? ഫാത്തിറ സമാവാതി വൽ അർളി അൻത വലിയ്യി ഫിദ് ദുനിയ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. കണ്ടോ? അപ്പോൾ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഫാത്തിറ സമാവാതി വൽ അർളി. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇതിൻ്റെ ബാക്കി ചില കാര്യങ്ങളാണ്. അതായത് രണ്ട് കാര്യങ്ങൾ, വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഇതിനപ്പുറം നമുക്ക് കിട്ടേണ്ടതുണ്ട്. അവിടെയും ഖുർആൻ ഫാത്തിറ സമാവാത്തിയാണ് പ്രയോഗിച്ചിട്ടുള്ളത്. അതിൻ്റെ പുറമെ ഇപ്പോൾ നമ്മൾ ഈ പഠിക്കുന്ന ആയത്തുണ്ടല്ലോ, ഈ പഠിക്കുന്ന ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് ഇറക്കി കൊടുത്തപ്പോൾ റസൂൽ എന്താ പറഞ്ഞത്? കുൽ നബിയെ പറയുക അല്ലാഹുമ്മ ഫാത്തിറ സമാവാതി വൽ അർളി എന്നല്ല പറഞ്ഞത് അല്ലേ. പക്ഷെ അവിടെ റസൂൽ എങ്ങനെ അത് തിരിച്ച് ജവാബ് പറഞ്ഞത്? അല്ലാഹുമ്മ റബ്ബ ജബറായീല അല്ലെങ്കിൽ റബ്ബ ജിബ്രീല വ മീകാഈല വ ഇസ്രാഫീല അല്ലേ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? അത് ഖുർആനിൽ നമുക്ക് കിട്ടും. അള്ളാഹു ഫാത്തിർ കുലില്ലാഹുമ്മ ഫാത്തിറ സമാവാതി വൽ അർളി എന്ന് പറയാനേ ഇവിടെ ആയത്തിൽ പറഞ്ഞിട്ടുള്ളൂ അല്ലേ. പക്ഷേ റസൂലുള്ള എന്ത് കൂട്ടി? ജിബ്രീല മീകാഈല ഇസ്രാഫീല കൂട്ടി. നബി സ്വന്തം ഇഷ്ടപ്രകാരം കൂട്ടിയതാണോ? അല്ല, മറിച്ച് ഖുർആനിൽ തന്നെ നമുക്ക് അത് കാണാൻ കഴിയും. അത് എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കൂട്ടാൻ കാരണം? അതും ഈ ഫാത്തിറ സമാവാതി വൽ അർളി നമുക്ക് പഠിക്കാനുള്ളതാണ്. അപ്പോൾ ആദ്യം ഇന്ന് നമുക്ക് പരിശോധിക്കാനുള്ളത്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനം പറഞ്ഞത് സൂറത്ത് യൂനുസിലെ 101 ആയത്താണ് അല്ലേ. 101. ഇനി 14 അധ്യായത്തിലെ 10 ആയത്ത് മറിക്കുക. 14-ൽ 10. വായിച്ചോളി. 10 ആയത്ത് സൂറത്ത് ഇബ്രാഹിമിലെ 10 ആയത്ത്. قالت رسلهم أفي الله شك فاطر السماوات والأرض يدعوكم ليغفر لكم من ذنوبكم ويؤخركم إلى أجل مسمى قالوا إن أنتم إلا بشر مثلنا تريدون أن تصدونا عما كان يعبد آباؤنا فأتونا بسلطان മുബീൻ. എന്താണ് ആയത്ത്? കാലത്ത് റുസുലുഹും, അവരോട് റുസുലുകൾ ചോദിച്ചു. ആര്? പ്രവാചകന്മാർ, ദേവദൂതന്മാർ ചോദിച്ചു. എന്താ ചോദ്യം? അഫില്ലാഹി ശക്കുൻ, അള്ളാഹുവിൽ നിങ്ങൾക്ക് സംശയമാണോ? രണ്ട് രൂപത്തിൽ. ഒന്ന്, അള്ളാഹു ഉണ്ട് എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടോ? രണ്ട്, അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന നാമഗുണ വിശേഷണങ്ങൾ നിങ്ങൾക്ക് വല്ല സംശയമുണ്ടോ? അതാണ് അഫില്ലാഹി ശക്കുൻ. ഇത് എല്ലാ റസൂലുമാരും ചോദിച്ച ചോദ്യമാണ്. പ്രവാചകന്മാർ ചോദിച്ച ചോദ്യമാണ് അഫില്ലാഹി ശക്കുൻ. എന്നിട്ട് ആ അള്ളാഹു ആരാന്ന് പറഞ്ഞു കൊടുക്കണം. അള്ളാഹുവിനെ പറ്റി നിങ്ങൾക്ക് സംശയമാണോ എന്ന് പറഞ്ഞിട്ട് ആ അള്ളാഹ് ആരാന്നറിയോ? അത് വളരെ പ്രസക്തമാണല്ലോ. ഒരു കാര്യം ചോദിച്ചിട്ട് ഇപ്പോൾ നമ്മളൊരാളെ പറ്റി ആ ആൾ ആരാന്ന് നമുക്ക് അറിയോ എന്ന് ചോദിച്ചിട്ട് ആ ആളുടെ ഗുണം പറയുമ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമായിരിക്കും അല്ലേ അവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ അള്ളാഹിനെ പറ്റി നിങ്ങൾക്ക് സംശയമാണോ? എന്നിട്ട് ആരാണ് അള്ളാഹ്? ഫാത്തിരിസ് സമാവാതി വൽ അർള്. ആകാശഭൂമികളുടെ ഫാത്തിറാണ്, സൃഷ്ടാവാണ്. അപ്പം ഇതാണ് നമ്മൾ ഇവിടെ പഠിക്കണത്, സുമറിൽ പഠിക്കണത്. എന്നിട്ട് എന്താണ് അള്ളാഹു ഫാത്തിറ സമാവാതി വൽ അർള് എന്ന് പറഞ്ഞാൽ, ഇനി ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ തവഫനി മുസ്ലിമൻ, 2 വലഹിക്കിനി ബിസ്വാലി. ഇനി മൂന്നാമത്തെ കാര്യം യദ്ഉകൂം ലിയഗ്ഫിറ ലക്കും മിൻ ദുനൂബിക്കും. മൂന്നാമത്തെ കാര്യം അള്ളാഹു ഫാത്തിറ സമാവാതി വൽ അർള് ആയത് എന്തിനാണ്? നിങ്ങളെ അവൻ വിളിക്കുന്നത് നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരാനാണ്. അള്ളാഹു ഫാത്തിറ സമാവാതി വൽ അർള് ആണ് എന്ന് മനസ്സിലാക്കിയാൽ നമുക്കെന്താ അതിൻ്റെ ബെനിഫിറ്റ്? ഗുണം എന്താണ്? നമ്മളെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരും.
അപ്പം അള്ളാഹുവേ നീ ഫാത്തിറ സമാവാത്തി വൽ അർളാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ദുആ ചെയ്യാനുള്ള കാര്യങ്ങളിൽ മൂന്നാമത്തെ കാര്യമാണ് എന്ത്? നമ്മളെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ. അപ്പോൾ നമ്മൾ റബ്ബി ഗഫ്ർലി എന്ന് പറയുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? അള്ളാഹുവേ നീ ഫാത്തിറ സമാവാത്തി വൽ അർളാണ്, ആകാശഭൂമികളുടെ സൃഷ്ടാവാണ്, അതുകൊണ്ട് റബ്ബേ എനിക്ക് എൻ്റെ പാപങ്ങൾ എനിക്ക് നീ പുറത്തുകൊണ്ട് റബ്ബേ എന്ന് പറഞ്ഞാൽ ആ ചോദ്യത്തിന് എന്തുണ്ടാകും? ഇജാബത്തുണ്ടാകും, ഉത്തരം ഉണ്ടാകും. ഉത്തരം കിട്ടാൻ കൂടുതൽ സാധ്യതകൾ ഇങ്ങനെയുള്ള പ്രയോഗങ്ങളിലൂടെ നമ്മൾ റബ്ബിനോട് ദുആ ചെയ്യുമ്പോഴാണ്. എന്ന് മാത്രമല്ല വയുഅഖിറക്കും ഇലാ അജലിൻ മുസമ്മ, ഒരു നിശ്ചിത അവധി വരെ നിങ്ങൾ അവന് പിന്തിച്ചിട്ട് തരികയും ചെയ്തിരിക്കുന്നു. നമുക്കൊരു അള്ളാഹു വെച്ച ഒരു അവധി വരെ നമുക്ക് അള്ളാഹ് എന്ത് തന്നിട്ടുണ്ട്? ആയുസ്സിനെ നീട്ടിയിട്ട് തരികയും ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ എന്തായി? ആ ആയുഷ്കാലം അത്രയും മുസ്ലിമായി ജീവിച്ച് സ്വാലിഹ്യങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ട് സ്വാലിഹും മുസ്ലിമുമായിട്ട് മരിക്കാൻ പറ്റണം. കണ്ടാ? അപ്പം പിന്നെ അവരുടെ മറുപടിയാണ് അടുത്ത് ഒരു ബാക്കി ഖാലു ഇൻ അൻതും ഇല്ലാ ബശറും മിസ്ലുനാ, ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യന്മാർ മാത്രമാണ് അൻ തസുദ്ദൂന അമ്മാ കാന യഅബുദു ആബാഉന, ഞങ്ങൾ വാപ്പവാപ്പാരായിട്ട് ആരാധിച്ച് വന്ന ആ ആരാധ്യ വസ്തുക്കളെ നീ ഞങ്ങളിൽ തടയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഫഅ്തൂന ബി സുൽത്താനി മുബീൻ, ഞങ്ങൾക്ക് വ്യക്തമായ തെളിവുകൾ നീ കൊണ്ടുപോവാ. എന്ന് പറഞ്ഞാൽ തെളിവ് കൊണ്ടുവരുന്ന ആയത്തില്ലാത്തതുകൊണ്ടല്ല, ആയത്തല്ല തെളിവ് വയ്ക്കണത്. അതായത് എന്തെങ്കിലുമൊക്കെ ദൃഷ്ടാന്തങ്ങൾ അവർ ആകാശത്ത് നബി ഇങ്ങനെ കോണില്ലാതെ ആകാശത്ത് കണ്ട് കയറി പോവുക, എന്നിട്ട് എന്തെങ്കിലും കൊണ്ടുവരിക, മേജിക്ക് കാണണം അവർക്ക്. അതാണ് അവരാവശ്യപ്പെട്ട ചോദ്യം. അപ്പോൾ ആ ആയത്തായിട്ട് ബന്ധപ്പെട്ട രണ്ടാമത്തെ. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് അള്ളാഹിനെ പറ്റി നിങ്ങൾക്ക് സംശയമാണോ എന്ന് ചോദിച്ചിട്ട് ആരാണ് അള്ളാഹു എന്ന് പറഞ്ഞു കൊടുക്കുമ്പം അള്ളാഹു ആരാന്നാ പറഞ്ഞത്? ഫാത്തിറ സമാവാതി വൽ അർദ്. അപ്പം അതിൻ്റെ കൂടെ പാപങ്ങൾ പൊറുത്തു തരാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അള്ളാഹു തല നമ്മളെ വിളിക്കുന്നത് അതിലേക്കാണ്. അപ്പോൾ അള്ളാഹു ഫാത്തിറ സമാവാതി വൽ അർദ് ആണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അതിലൂടെ അള്ളാഹു നമ്മളെ പാപങ്ങൾ പൊറുത്തു തരാൻ വേണ്ടി നമ്മളെ വിളിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫിത്രത്തിലേക്കാണ് മടങ്ങി. എന്താ ശരിക്കും ഫാത്തിർ എന്ന് പറഞ്ഞാൽ? അത് ശുദ്ധമായ പ്രകൃതിയിൽ, ഫിത്രത്ത് എന്താണ്? ശുദ്ധമായ പ്രകൃതിയാണ് അല്ലേ? ആ ശുദ്ധമായ പ്രകൃതിയിൽ ഒരു മുൻ മാതൃകയില്ലാതെ സൃഷ്ടിച്ചവനാണ് ആര്? ഫാത്തിർ. അതാണ് ഫാത്തിറും ഖാലിഖും തമ്മിലുള്ള വ്യത്യാസം. മനസ്സിലാവുണ്ടല്ലോ? അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് റബ്ബിനോട് നമ്മൾ പറയുമ്പോൾ നമ്മുടെ കാര്യങ്ങളെല്ലാം അള്ളാഹു നിറവേറ്റി തരുന്നുള്ള. നമുക്ക് പിന്നെ ഏതൊരു കാര്യവും നമ്മൾ ആഗ്രഹിക്കുന്നൊരു കാര്യം വേഗം നടപ്പിലാകണമെങ്കിൽ, പടച്ചോനത് നിർവഹിച്ചു തരണമെങ്കിൽ നമുക്ക് ഏക മാർഗം അള്ളാഹുമായിട്ടുള്ള ബന്ധം നമ്മൾ ദൃഢമാക്കുക എന്നുള്ളത് തന്നെയാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ ഇപ്പോൾ നമുക്കെത്ര സ്ഥാനം, എവിടെ സ്ഥാനം ഉള്ളതെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മളെ സ്ഥാനം എവിടെ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. ദുനിയാവിൽ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ആൾക്കാരുടെ ഇടയിൽ ഇപ്പോൾ ഒരു ഇലക്ഷൻ നടന്നാൽ എത്ര വോട്ട് കിട്ടിയെന്ന് അറിഞ്ഞാൽ ആൾക്കാരുടെ മനസ്സിൽ എത്ര ആൾക്കാരുടെ മനസ്സിൽ നമ്മളുണ്ട്, നമുക്ക് അനുകൂലമായിട്ട് ചിന്തിക്കുന്നുണ്ടെന്നുള്ളത് ആ വോട്ട് കിട്ടിയാൽ പറയാൻ പറ്റും അല്ലേ? അതേ സമയത്ത് അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മുടെ സ്ഥാനം എവിടെ എന്നുള്ളത് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എന്ത് വേണം? എപ്പോഴും ആ ബന്ധം ഇങ്ങനെ ദൃഢമാക്കി കൊണ്ടുവരണം. അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാം. അപ്പോൾ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കൽ എങ്ങനെ? ഇപ്പം ഞാനിപ്പോൾ നിങ്ങളെ അടുക്കലേക്ക് അടുക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ നടന്നു വന്ന ഞങ്ങൾ അടുക്കലേക്ക് എത്തി അല്ലേ? അള്ളാഹുവിലേക്ക് നമ്മൾ അടുക്കുക എന്ന് പറയുന്നത് ഏത് രൂപത്തിലാണ് അള്ളാഹുവിലേക്ക്? നമ്മൾ അള്ളാഹിനെ മനസ്സിലാക്കുന്നതിലൂടെയാണ് അള്ളാഹിലേക്ക് അടുക്കുക. മനസ്സിലായില്ലേ? ഒരാളുമായി നമ്മൾ എപ്പോഴും അടുക്കലെപ്പോഴാണ്? അയാളെപ്പറ്റി നന്നായിട്ട് അറിയുമ്പോഴാണ് അല്ലേ? അയാളുടെ ഗുണങ്ങളും സ്വഭാവങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി അറിയുമ്പോൾ നമ്മൾ അയാളുമായിട്ട് അടുക്കും അല്ലേ? അള്ളാഹിനെ പറ്റി നമ്മൾ മനസ്സിലാക്കുകയാണ്. അള്ളാഹുവിൻ്റെ നാമങ്ങളും അവൻ്റെ ഗുണവിശേഷണങ്ങളൊക്കെ നമ്മൾ അറിയുമ്പം ആരിലേക്ക് നമ്മൾ അടുക്കും? അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കും. അപ്പോൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടത് ഇൽമാണ്. അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടത് എന്താണ്? അള്ളാഹിനെ പറ്റിയുള്ള അറിവാണ്. അപ്പോൾ നമ്മൾ ഖുർആൻ പഠിക്കുന്നതിനനുസരിച്ച് കൂടുതൽ പഠിക്കുമ്പം അള്ളാഹിനെ പറ്റി കൂടുതൽ മനസ്സിലാവും. മനസ്സിലായിട്ടില്ല? അള്ളാഹിനെ പറ്റി കൂടുതൽ മനസ്സിലാകുന്നത് ഇപ്പോൾ നമുക്ക് രണ്ട് രൂപത്തിലാണ്. ഒന്ന്, പിന്നെ നമുക്ക് അറിയാവുന്ന ചില കാര്യങ്ങൾ തന്നെ ശരിക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുള്ളൊരു അറിവ് നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ അള്ളാഹു റബ്ബാന്നറിയാം, അതിൻ്റെ അർത്ഥം അറിയാം, രക്ഷിതാവാന്നറിയാം. പക്ഷെ അള്ളാഹു എങ്ങനെ നമുക്ക് റബ്ബാകുന്നത് എന്നുള്ളത് അറിയില്ല. അത് ഖുർആൻ പഠിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഖുർആനിലെ ആയത്തുകളിലൂടെ കടക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. അങ്ങനെ ഓരോ വിഷയങ്ങളും. അപ്പോൾ അള്ളാഹിനെ പറ്റി അള്ളാഹു ഫാത്തിറ സമാവാതി വൽ അർദ് ആണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ ആയത്തുകളിലൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? കടന്നു പോകണം. ശരി,
ഇനി അടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ പിന്നെ ഈ നബിക്കൊരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുകയാണ് അല്ലേ. ഈ ആയത്തിന്റെ തുടക്കം എന്താണ്? ഖുലില്ലാഹുമ്മ ഫാത്തിറ സമാവാത്തി. ഖുൽ എന്ന് പറഞ്ഞ നബിയെ പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ ഫാത്തിറ സമാവാത്തി വൽ അർളി എന്ന് നബിയെ താങ്കൾ പ്രാർത്ഥിക്കുക എന്നിട്ട് ആ ബാക്കി പ്രാർത്ഥനയാണ് പിന്നെ അവിടെ പറയണത്. അത് നബിക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പം ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തപ്പം നബി ഈ പ്രാർത്ഥന തിരഞ്ഞെടുത്തത്, പ്രാർത്ഥിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത സമയം എപ്പോഴാണ്? തഹജ്ജുദ് നിസ്കാരത്തിന്റെ ഇഫ്തിതാഹിലാണ്. രാത്രി നിസ്കാരത്തില് പ്രാർത്ഥിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പ്രാർത്ഥിച്ചതാണ്. ആയിഷ ബി ഉദ്ധരിക്കുന്ന ഹദീസിലുള്ളത് എപ്പോഴാണ്? നബിയുടെ രാത്രി നിസ്കാരത്തിലാണ്. നബിയുടെ രാത്രി നിസ്കാരം എപ്പോഴായിരുന്നു? നബിയുടെ രാത്രി നമസ്കാരം എപ്പോഴായിരുന്നു? അവസാന ഭാഗത്തായിരുന്നു നിസ്കരിച്ചിരുന്നത്. ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് തതജാഫ ജുനൂബുഹും അനിൽ മളാജി, അങ്ങനെ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് റസൂൽ നിസ്കരിക്കണം അല്ലേ. ആ സമയത്ത് ആണ് അള്ളാഹു തആല ഒന്നാനാകാശത്തേക്ക് ഇറങ്ങി വന്നിട്ട് നിങ്ങൾക്ക് എന്താ വേണ്ടത് ചോദിച്ചോളൂ, ഞാൻ തരാം. നിങ്ങൾ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് പാപമോചനം തരാം. അപ്പം അതൊക്കെ പറയുന്ന, അതായത് നമ്മൾ എന്ത് ചോദിച്ചാലും കിട്ടുന്ന അല്ലേ. നമുക്ക് ഏറ്റവും പ്രധാനം ചോദിക്കാനുള്ളത് മുസ്ലിമായി മരിക്കണം എന്നുള്ളതാണ് അല്ലേ, സാലിഹ്യങ്ങൾ ഉൾപ്പെടണം എന്നുള്ളതാണ്, പാപങ്ങൾ പൊറുക്കപ്പെടണം എന്നുള്ളതാണ്. ഈ കാര്യങ്ങളെല്ലാം ചോദിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ടൈം റസൂല് തിരഞ്ഞെടുക്കണം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ അല്ലാഹുമ്മ എന്ന് ഖുലില്ലാഹുമ്മ ഫാത്തിറ സമാവാത്തി എന്നേ ഉള്ളൂ. പക്ഷെ റസൂൽ അങ്ങനല്ല പ്രാർത്ഥിച്ചത്. അല്ലാഹുമ്മ റബ്ബ ജിബ്രീല വ മീകായില. എന്തുകൊണ്ടാണ് റസൂൽ അത് അവിടെ കൂട്ടിച്ചേർത്തത്? അത് ഈ ഫാത്തിറ സമാവാത്തി വരെ ഒന്ന് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതാണ് ഖുർആന്റെ തദബ്ബുർ എന്ന് പറയുന്നത്. നിങ്ങൾ ഇനി മറിക്കേണ്ടത് പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഫാത്തിറ തന്നെയാണ്. ഖുർആനിലൊരു സൂറത്ത് തന്നെ ഉണ്ട് അള്ളാഹിന്റെ പേരിൽ. എന്താണ് ആ സൂറത്തിന്റെ പേര്? സൂറത്ത് ഫാത്തിർ. 35ാമത്തെ സൂറത്താണ്. അതിലെ ഫസ്റ്റ് ആയത്ത് തന്നെ, ആദ്യത്തെ തുടക്കം തന്നെ അങ്ങനെയാണ്. കണ്ട സൂറത്ത് ഫാത്തിർ. അപ്പൊ അള്ളാഹു ഫാത്തിർ ആണ്. ആ നാമത്തിൽ തന്നെ ഖുർആനിൽ ഒരു സൂറത്ത് വരികയാണ്. അങ്ങനെ ചില സൂറത്തുകൾ ഖുർആനിലുണ്ട്. അള്ളാഹിൻ്റെ സൂറത്ത് അർ-റഹ്മാൻ. അങ്ങനെ അള്ളാഹിൻ്റെ നാമങ്ങളിൽ വരുന്ന സൂറത്തുകൾക്ക് വളരെ വലിയ പ്രത്യേകതകളുണ്ട്. എന്താണ് ഇവിടെ നോക്കി? അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനെയാണ് സർവസ്തുതിയും. ഫാത്തിരി സമാവാത്തി വൽ. ഫാത്തിർ എന്ന് പറയുന്നതും ഫാത്തിറ എന്ന് പറയുന്നതും തമ്മിൽ ആ വരുന്ന സ്ഥലത്തിലുള്ള വ്യത്യാസം മാത്രം. അൽഹംദുലില്ലാഹി ഫാത്തിരി സമാവാത്തി വൽ അർദ്, ആകാശഭൂമികളുടെ ഫാത്തിറായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. ഇനി ശ്രദ്ധിക്കണം, സബ്ജക്റ്റ് എന്താണ്? ജാഇലിൽ മലായികത്തി റുസുല. എന്താണ് ജാഇലിൽ? അള്ളാഹു ഇവിടെ ഫാത്തിറായത് എങ്ങനെ? ഫാത്തിറാകുന്ന വിഷയം എന്താണ്? ജാഇലിൽ മലായികത്തി റുസുല, മലക്കുകളെ ദൂതന്മാരാക്കി അള്ളാഹു നിശ്ചയിച്ചു. മലക്കുകളെ ദൂതന്മാരാക്കി അള്ളാഹു നിശ്ചയിച്ചു. ആ ദൂതന്മാർ ഉലി അജിനിഹത്തിൻ, ചിറകുകളുള്ള മലക്കുകൾ. മത്ന 2 ഉള്ളതുണ്ട്, സുലാത്ത് 3 ഉള്ള ചിറകുണ്ട്, വറുബാ 4 ഉണ്ട്. യസീദു ഫിൽ ഖൽഖി മാ യശാ, സൃഷ്ടിപ്പിൽ അള്ളാഹ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ കൂട്ടുകയും ചെയ്യുന്നു. ഇപ്പൊ ജിബ്രീൽ എത്ര ചിറകുണ്ട്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശരിയായ രൂപത്തിൽ കണ്ടത് മിറാജിന്റെ രാത്രി സിദ്റത്തുൽ മുൻതഹയിൽ വെച്ചിട്ടാണ്. ആരെ കാണുന്നത്? സിദ്റത്തുൽ മുൻതഹയുടെ അടുക്കൽ വെച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിറാജിനെ അന്ന് കാണുന്നത്. അന്ന് കണ്ടപ്പോൾ റസൂൽ പറഞ്ഞ് സിത്തു മിഅ അജ്നിഹ, 600 ചിറകുകൾ ഉണ്ടായിരുന്നു. അതിൽ ഓരോ ചിറകുകളും മുത്തുകളും രത്നങ്ങളും പവിഴങ്ങളും വെച്ചിട്ടുള്ള 600 ചിറകുകളോട് കൂടിയിട്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആര് കണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടതാണ്. മനസ്സിലായിട്ടല്ല? അപ്പോൾ ഇവിടെ
അള്ളാഹു താല രണ്ട് ഏറ്റവും ചുരുങ്ങിയ 2 ചിറക് 3 ചിറകുള്ള മലക്കുകളുണ്ട്, 4 ചിറകുള്ളതുണ്ട്, അതിലധികവും ചിറകുകളുള്ള മലക്കുകളുണ്ട്. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, തീർച്ചയായും അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. ഇവിടെ നമുക്ക് മനസ്സിലാകും എന്ത്, ഈ മലക്കുകളെ കൂട്ടത്തിലെ പ്രമുഖരായ 3 മലക്കുകളാരൊക്കെ? ഒന്ന് ജിബ്രീൽ, 2 മീകായിൽ, ഇസ്രാഫീൽ. അപ്പോൾ എന്ത് കിട്ടി? അല്ലാഹുമ്മ റബ്ബ ജിബ്രീല വ മീകായില വ ഇസ്രാഫീല ഫാത്തിറ സമാവാതി വൽ. നബി എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? നമുക്കൊരു സംശയമില്ലായിരുന്ന, അതായത് അള്ളാഹു താല നബിനോട് പറയാൻ പറഞ്ഞത് എന്താണ്? അല്ലാഹുമ്മ ഫാത്തിറ സമാവാതി വൽ അർദ് എന്നല്ലേ? എന്നിട്ട് പിന്നെ നബിൻ്റെ ഇഷ്ടത്തിന് എന്തു കൂട്ടി? റബ്ബ ജിബ്രീല വ മീകായില വ ഇസ്രാഫീല ഫാത്തിറ, ബാക്കിയൊക്കെ ഓക്കെയാണ്, എല്ലാം ഒരെയാണ്. അപ്പം ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഇഷ്ടപ്രകാരമല്ല, മറിച്ച് അള്ളാഹു ഫാത്തിറാണ് എന്ന് പറഞ്ഞ വിഷയത്തിൽ സൂറത്ത് ഫാത്തിറിൻ്റെ തുടക്കത്തിൽ തന്നെ അള്ളാഹ് ആ പേര് പറഞ്ഞുകൊണ്ടുള്ള സൂറത്തിൽ തന്നെ അള്ളാഹു തആല അതിൻ്റെ കാരണം പറഞ്ഞത് എന്താണ്? ജാഇലിൽ മലായികത്തി റുസുല ലി അജ്നിഹത്തിൻ മസ്ന വ സുലാസ വ റുബ. മലക്കുകളെ സംബന്ധിച്ചാണ്, മലക്കുകളുടെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചാണ്, മലക്കുകൾ അള്ളാഹു തആല വെച്ചതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ അല്ലാഹുമ്മ റബ്ബ ജിബ്രീല വ മീകായില വ ഇസ്രാഫീല ഫാത്തിറ സമാവാതി വൽ അർദ് ആലിമുൽ ഗൈബി വശ. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ അവിടെ ആ മലക്കുകളുടെ പേര് ചേർത്തിട്ട് പറഞ്ഞു? അപ്പോൾ അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടിയും അള്ളാഹുവിൻ്റെ വഹീൻ്റെ അടിസ്ഥാനത്തിലും തന്നെയാണ് എന്തായത്? ഈ ഫാത്തിറ സമാവാതി വൽ അർദ് കൂടെ ഈ മലായികത്തുകളുടെ പേരുകൾ. ഇനി അതിൻ്റെ പറയാം. ഇതിന്റെ ബാക്കി ഭാഗം വരുന്നത് അൽ-ബഖറയിലാണ്. അൽ-ബഖറയിലാണ് ഇഹ്ദിനി ലിമുഖ്തുലിഫ ഫീഹി മിനൽ ഹഖ് ബിഇദ്നിക് ഇന്നക തഹ്ദി മൻ തശാ ഇലാ സിറാത്തിൻ മുസ്തഖീം. അത് വരുന്നത് സൂറത്ത് അൽ-ബഖറയിലെ ഒരു ആയത്തിന്റെ പകുതി ഭാഗത്താണ്. അതും കൂടി ചേർത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ പ്രാർത്ഥനകൾ നമ്മൾ പഠിക്കുമ്പം ഈ പഠനം കൊണ്ട് കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ കേവലം ഒരു തലഫുള് ഇങ്ങനെ നമ്മൾ ആ ലഫ്ലുകൾ ഇങ്ങനെ ഉച്ചരിച്ച് പറയുക എന്നതിലപ്പുറം അതിന് ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ട് ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും. മനസ്സിൽ തട്ടിയിട്ട് നമുക്ക് റബ്ബിനോട് ചോദിക്കാൻ പറ്റും. അങ്ങനെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സാധാരണയുള്ള വെറും ഒരു വാക്കുകൊണ്ട് മാത്രം പറയുക, അല്ലെങ്കിൽ ഒരു ആമയും മാത്രം പറയുന്ന, അല്ലെങ്കിൽ ഒരു ഹൃദയത്തിൽ തട്ടാതെ വെറും ചുണ്ടുകൾ മാത്രം സാക്ഷിയായിട്ട് പറയുന്നതിനപ്പുറം ഇതിനൊരു സ്വീകാര്യത ഉണ്ടാകുന്ന അർത്ഥം. അതുകൊണ്ടാണ് ഈ എന്ത് പറഞ്ഞത്? ഊത്തുൽ ഇൽമ ദറജാത്ത് എന്ന് പറഞ്ഞത്. ഇൽമ കിട്ടിയാൽ, ഒരു ഖുർആന്റെ ഒരു ഇൽമ കിട്ടിയാൽ ആ ഇൽമിനനുസരിച്ച് അവിടെ പദവികൾ ഉയർത്തപ്പെടും എന്ന് പറയാനുള്ള കാരണം അതാണ്. ഇനി ഈ മലായിക്കത്തുകളുടെ ഈ വിഷയം പറയുമ്പോൾ നമുക്ക് ഇനി ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി ചേർത്ത് നോക്കി നിങ്ങൾ. അതാണ് തദബ്ബുർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഈ വിഷയത്തിൽ മലായിക്കത്തുകളുടെ, ഇവിടെ മലക്കളെ പേരല്ല പറഞ്ഞത്, മലക്കളെ വിഷയമല്ല പറഞ്ഞത്. ഈ മലായിക്കത്തുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കൂലേ? ഇസ്തിഗ്ഫാർ ചെയ്യൂലേ? വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനു പറഞ്ഞില്ലേ? ഇസ്തിഗ്ഫാർ ചോദിക്കൂലേ? മുസ്ലിമായിട്ട് മരിക്കുക, സാലിഹ്യങ്ങളിൽ ഉൾപ്പെടുക, ഇതിൽ ഈ മലായിക്കത്തുകൾ തമ്മിൽ ബന്ധമില്ലേ? നമ്മളെ മരിപ്പിക്കാൻ വരണ മലായിക്കത്തുകൾ ഇല്ലേ? ആ മലായിക്കത്തുകൾ നല്ല റഹ്മത്തിൻ്റെ മലായിക്കത്തുകൾ വന്ന് അവരെ കണ്ട് മരിക്കുന്നതിൻ്റെ മരണത്തെക്കുറിച്ച് പറയുന്നില്ലേ? ഇനി നമ്മുടെ കുടുംബത്തെയും നമ്മളെ മക്കളെയും ഒക്കെ സ്വർഗത്തിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ആ മലായിക്കത്തുകൾ പ്രാർത്ഥിക്കുന്നില്ലേ? ഇവരെ നരകത്തിൽ നിന്ന് കാക്ക് പടച്ചോനെ എന്ന് മലായിക്കത്ത് അള്ളാഹിനോട് നമുക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നില്ലേ? അതൊക്കെ ഇതിലേക്ക് എടുത്ത് വെച്ച് നോക്കി. ഈ മേലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തവഫനി മുസ്ലിം എന്ന് പറഞ്ഞ വിഷയം, വലക്കിനി വിസ്വാലിഹ് എന്ന് പറഞ്ഞ വിഷയം, അതുപോലെ തന്നെ യസ്തഗ്ഫിറൂന എന്ന് പറഞ്ഞ വിഷയം, ഇസ്തിഗ്ഫാർ ചോദിക്കും എന്ന് പറഞ്ഞ വിഷയം, അതൊക്കെ എടുത്തു നോക്കി നിങ്ങൾ. ഈ വിഷയമായിട്ട് ബന്ധമുണ്ട്. അത് നമ്മൾ ഒരു പ്രാർത്ഥന പഠിക്കും, അല്ലെങ്കിൽ അത് ആ പ്രാർത്ഥനയെ ഖുർആനുമായി ചേർത്ത് വെച്ച് പഠിക്കുമ്പോൾ എന്തൊക്കെയാണോ അതിലുള്ളത് അതെല്ലാം അതിൽ ഉൾപ്പെട്ടു വരുന്നു എന്നതാണ് പറഞ്ഞത് ചുരുക്കം. ഈ ഒരു സ്ഥലം കൂടി ഉണ്ട്, അതുകൂടി നോക്കി നമുക്ക് അവസാനിപ്പിക്കാം. സൂറത്ത് ശൂറയിലെ 11-ാമത്തെ ആയത്ത്, 42-ാമത്തെ സൂറത്ത്. അതിലെ 11-ാമത്തെ ആയത്ത് വായിച്ചോളി.
ആ 11-ാമത്തെ ഈ ആയത്തിൽ പിന്നെ ഫാത്തിറുസ് സമാവാത്തി വൽ, കാരണം ഫാത്തിർ എന്ന് പറയാൻ റൂ എന്ന് പറയാൻ കാരണം അത് തുടക്കത്തിൽ വന്നുകൊണ്ടാണ്. ഫസ്റ്റ് വരുമ്പോൾ ഒരു വാക്കിൻ്റെ ആദ്യത്തിലായിട്ട് വരുമ്പോൾ അതിന് അത് പിന്നെ മുബത്തദ എന്നാണ് അതിന് പറയാം. അത് മർഫു ആയിരിക്കും. അതുകൊണ്ടാണ് ലമ്മത്ത് കൊണ്ട് റഫ് ചെയ്തത്. ഫാത്തിറുസ് സമാവാത്തി വൽ അർദ് ജഅല ലക്കും മിൻ അൻഫുസിക്കും അസ്വാജ വമിനൽ അൻആമി അസ്വാജ. ഇതാണ് വിഷയം. നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ ഉണ്ടാക്കി, അതുപോലെ തന്നെ കാലികളിൽ നിന്നും അള്ളാഹുത്തല ഇണകളെ ഉണ്ടാക്കി. യദ്റഊക്കും ഫിഹി, എന്നിട്ട് അതിന് 3-4 അർത്ഥങ്ങളുണ്ട്. ആ ഭൂമിയിൽ ആ വർഗത്തെ അങ്ങനെ അള്ളാഹുത്തല വളർത്തി കൊണ്ടുവരുന്നു, വികസിപ്പിച്ച് കൊണ്ടുവരുന്നു. ലൈസ കമിസ്ലിഹി ഷൈഉൻ, അവനെപ്പോലെ അള്ളാഹിനെ പോലെ മറ്റൊരാളുമില്ല. വഹുവ സമീഉൽ ബസീർ, അള്ളാഹുവനെല്ലാം കാണുന്നവനും കേൾക്കുന്നവനും. എന്താണ് ഇതും ഈ പറഞ്ഞ വിഷയവും തമ്മിലുള്ള ബന്ധം? നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യന് ഏതായിരുന്നാലും പോത്തിണല്ലോ. മനുഷ്യനിൽ തന്നെ ഇണകളെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താ അറിയാം? നമ്മൾ സാധാരണ മനസ്സിലാക്കാൻ എന്താ വെച്ചാൽ ആണിനെ പെണ്ണിനെ ഇണയാക്കി സൃഷ്ടിച്ചു, മനുഷ്യന്മാർക്ക് മനുഷ്യന്മാരെ തന്നെ ഇണനെ സൃഷ്ടിച്ചു എന്നല്ല. മറിച്ച് എന്താണെന്ന് അറിയാം, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മളെപ്പോലെ തന്നെയാണ് നമ്മളെ ഭാര്യയും എന്ന് മനസ്സിലാക്കണം. നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ സൃഷ്ടിച്ചു എന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ അവരെ എന്താക്കണ്ട, നിങ്ങൾ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ആര് നിങ്ങളെ ഇണകളും ഒരേപോലെ കാണണം. അവളെ വേറൊരു വീട്ടിലെ ജോലിക്കാരിയായിട്ടോ അല്ലെങ്കിൽ ഒരു മറ്റുള്ള അവസ്ഥകളിലോ ഒരിക്കലും ഭാര്യമാരെ കാണാൻ പാടില്ല. നിങ്ങൾക്കുള്ള വികാരങ്ങൾ പോലെ അവർക്കുണ്ട്. അതാണ് നിങ്ങളെപ്പോലെ എന്നുള്ള പറയുന്നത്. നിങ്ങളിൽ നിന്ന് തന്നെ അത് പറയാനുള്ള കാരണമാണ്. നിങ്ങളെ അസ്തിത്വം പോലെ തന്നെ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യ ജീവിയാണ്. നിങ്ങൾ റെസ്റ്റ് ആഗ്രഹിക്കുന്നു, വിശ്രമം ആഗ്രഹിക്കുന്നു, അത് അവരും ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ അവരും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങളെപ്പോലെ തന്നെയാണ് അവരും. അതുകൊണ്ട് നിങ്ങൾ സ്വന്തം ശരീരത്തെ കാണുന്ന പോലെ എന്ത് ചെയ്യണം? ഭാര്യമാരെയും കാണാം. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. നഫ്സുക് മസ്വാജ എന്ന് പറഞ്ഞതാണ്. നിങ്ങളെപ്പോലെ താല്പര്യങ്ങളുള്ളവരാണ്, നിങ്ങളെപ്പോലെ ആഗ്രഹങ്ങളുള്ളവരാണ്, നിങ്ങളെപ്പോലെ ക്ഷീണവും തളർച്ചയും ഒക്കെ ഉള്ള ആൾക്കാർ തന്നെയാണ് അവരും എന്ന ഒരു വിഷയമാണ് ഏറ്റവും പ്രധാനം. നഫ്സുക്കും അസുവാജ. എന്നിട്ട് അള്ളാഹു പറയാണ് ഈ വളർത്തിക്കൊണ്ടുവരുന്ന ജീലം തലമുറകളായിട്ട് ഇങ്ങനെ മനുഷ്യവർഗത്തെ അള്ളാഹുത്തിൽ എന്ത് ചെയ്യാണ്? സൃഷ്ടിപ്പിച്ച് കൊണ്ടുവരാൻ. ഇവിടെ എന്നിട്ട് അതിൻ്റെ ഇടയിൽ കാലികളെ പറയാനുള്ള കാരണം എന്താ അറിയാമോ? എന്താ കാലികളെ പറയാൻ? കാലികളും ഇണകളായിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? പടച്ചോൻ പടച്ചിട്ടുള്ളത്. കാലികൾക്കും ഇണകളുണ്ട്, പക്ഷെ രണ്ടും ഒരേപോലെ അല്ലല്ലോ. കാലികളെ ജീവിതവും മനുഷ്യൻ്റെ ജീവിതവും ഒരുപോലെയല്ല. അതിന് ചില അതിർവരമ്പുകളുണ്ട്. കാലികൾക്ക് എന്ന് പറഞ്ഞാൽ ഒരു അമ്മ പ്രസവിച്ച പിന്നെ കുട്ടിയെന്നെ വലുതായാൽ അതുമായിട്ടാണ് ചേരും. മനസ്സിലായില്ലേ? അതിന് ഹക്കും പാത്തില്ല. അത് കഴിച്ചിട്ട് എവിടെയും പോയി എന്തും തിന്നും. പക്ഷേ മനുഷ്യന് പറ്റുമോ? പറ്റൂല. മനുഷ്യൻ അല്ലാഹുവിൽ അതിർവരമ്പുകളും നിയമങ്ങളും നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് റബ്ബിനെ മനസ്സിലാക്കി സൃഷ്ടാവിനെ മനസ്സിലാക്കിയിട്ടായിരിക്കണം ആര് ജീവിക്കേണ്ടത്? മനുഷ്യൻ ജീവിക്കേണ്ടത് എന്ന ഏറ്റവും വലിയൊരു സന്ദേശമാണ് അല്ലാഹു തആല ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. നമ്മളെ അസ്തിത്വം തന്നെ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണമെങ്കിൽ എന്ത് വേണം? അള്ളാഹിനെ പറ്റി മനസ്സിലാക്കല്ലാതെ വേറെ ഒരു മാർഗ്ഗമില്ല എന്നർത്ഥം. ശരി, അപ്പോൾ ഫാത്തിറ സമാവാത്തി വൽ അർദിന്റെ വിശദീകരണം ഇവിടെ അവസാനിക്കുകയാണ്. ഖുർആനിലെ 6 തവണയാണ് 6 സ്ഥലത്താണ് അല്ലാഹു തആല അള്ളാഹിനെ ഫാത്തിർ എന്ന ഈ നാമത്തെക്കുറിച്ച് വിശദീകരിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത ഭാഗം ആലിമുൽ ഗൈബി വശഹാദയാണ്. ദൃശ്യവും അദൃശ്യവും അറിയുന്ന റബ്ബ്. അല്ലാഹുമ്മ റബ്ബ ജിബ്രീല വ മീകായില വ ഇസ്രാഫീല ഫാത്തിറ സമാവാത്തി വൽ അർദ് അൻത ആലിമുൽ ഗൈബി എന്താണ് ആലിമുൽ ഗൈബ്? ഷഹാദത്ത്. ദൃശ്യം എന്താണ്? അദൃശ്യം എന്താണ്? ഗൈബ് എന്താണ്? ആ ഗൈബിൽ ആപേക്ഷികമായ ഗൈബ് എന്താണ്? ദൃശ്യവും അദൃശ്യവും അറിയുന്നവൻ അള്ളാഹു മാത്രമാണ് എന്ന് പറയുമ്പോൾ, ഇപ്പം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കാണാത്തൊരു കാര്യം അപ്പുറത്തൊരാളുണ്ട് എന്ന് വേണമെങ്കിൽ പോലും മനസ്സിലാക്കാം, ശബ്ദം കൊണ്ട് മനസ്സിലാക്കാം അല്ലേ? പക്ഷേ അത് എന്താണ്? നമ്മൾ കാണുന്നില്ല, അപ്പുറത്താണ്. ഈ ഒരു പിന്നെ അദൃശ്യം എന്ന അർത്ഥത്തിലാണോ ഈ ഗൈബ് പറഞ്ഞത്?
അതല്ല അതിലപ്പുറം മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നത് വിശദമായിട്ട് നമുക്ക് ഖുർആൻ്റെ സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനുണ്ട്. കാരണം അത് നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലയെ ബാധിക്കുന്ന വിഷയമാണ്. അത് തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ പലപ്പോഴും നമുക്ക് അബദ്ധങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അള്ളാഹു നിറവേറ്റി തരട്ടെ. നമ്മുടെ മക്കൾ അള്ളാഹു സ്വാലിഹായ മക്കളാക്കി തീർക്കട്ടെ. നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു മനസ്സമാധാനം പ്രദാനം ചെയ്യട്ടെ. ശരീരത്തിന് ആരോഗ്യം ആഫിയത്ത് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.